എല്ലാവർക്കും നമസ്കാരം. പ്ലംബിംഗ് ട്രേഡിലെ ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാൻഡേർഡ് ഫിറ്റിംഗുകൾ ഉപയോഗിച്ച് GI പൈപ്പുകൾ കൂട്ടിച്ചേർക്കാൻ നമ്മൾ പഠിക്കും. കൂടാതെ ഞങ്ങൾ വിവിധ ജലവിതരണ സംവിധാനങ്ങൾ പര്യവേക്ഷണം ചെയ്യുകയും ഡ്രോയിങ്ങുകൾക്കനുസരിച്ച് കെട്ടിടങ്ങളുമായി പൈപ്പ് ലൈനുകൾ എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് വിശദീകരിക്കുകയും ചെയ്യും. ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്കിവ ചെയ്യാനാകും. GI പൈപ്പ് ഉപയോഗിച്ച് എൽബോകൾ ഫിക്സ് ചെയ്യുക. GI പൈപ്പ് ഉപയോഗിച്ച് യൂണിയൻ ഫിക്സ് ചെയ്യുക. GI പൈപ്പ് ഉപയോഗിച്ച് വാൽവുകൾ ഫിക്സ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഫിറ്റിംഗുകൾ ഉപയോഗിച്ച് GI പൈപ്പ് കൂട്ടിച്ചേർക്കുക. സോഴ്സ് മുതൽ ഓവർഹെഡ് ടാങ്ക് വരെയുള്ള ജലവിതരണ സംവിധാനം മനസ്സിലാക്കുക. സമ്മർദ്ദമുള്ള ജലവിതരണ സംവിധാനം മനസ്സിലാക്കുക. ഇത് ചെയ്യുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ നമുക്ക് ശേഖരിക്കാം. GI പ്ലെയിൻ കപ്ലിംഗ് ആസ് റിക്വയർഡ്, GI റിബ്ബർ കപ്ലിംഗ് ആസ് റിക്വയർഡ്, GI T as required, GI elbow as required, GI 4-way as required, GI 100 mm and 150 mm barrel nipple as required, GI reducer coupling as required, brass bibcock as required, GM wheel valve as required, hexagonal nipple as required, gate valve as required, rubber washer as required, GI pipes as required, steel tape, roll jumper, hacksaw frame with blade, pipe vise, pipe wrench, ratchet die set, screwdriver 1, cutting plier, hem packing as required, ball peen hammer. Procedure ആരംഭിക്കാം. 4-way ക്രോസുമായി പൈപ്പ് നമ്പർ 2 ജോയിൻ ചെയ്യുക. ക്രോസ് ഉപയോഗിച്ച് പൈപ്പ് നമ്പർ 3 ഫിറ്റ് ചെയ്യുക. പൈപ്പ് നമ്പർ 3യുടെ മറ്റേ അറ്റത്തേക്ക് പ്ലെയിൻ കപ്ലിംഗ് കൂട്ടിച്ചേർക്കുക. പ്ലെയിൻ കപ്ലിംഗിലേക്ക് GI ബെൻഡ് കൂട്ടിച്ചേർക്കുക. ബെൻഡിന്റെ മറ്റേ അറ്റത്ത് റിബ് കപ്ലിംഗ് ഘടിപ്പിക്കുക. റിബ്ഡ് കപ്ലിംഗിലേക്ക് പൈപ്പ് നമ്പർ 4 കൂട്ടിച്ചേർക്കുക. പൈപ്പ് നമ്പർ 4 ഉപയോഗിച്ച് T ഫിറ്റ് ചെയ്യുക. Tയുടെ എതിരറ്റത്ത് പൈപ്പ് നമ്പർ 5 കൂട്ടിച്ചേർക്കുക. പൈപ്പ് നമ്പർ 5 ഉപയോഗിച്ച് എൽബോ കൂട്ടിച്ചേർക്കുക. എൽബോയുടെ മറ്റേ അറ്റത്തേക്ക് പൈപ്പ് നമ്പർ 6 ഫിറ്റ് ചെയ്യുക. പൈപ്പ് നമ്പർ 6 ഉപയോഗിച്ച് T ജോയിൻ ചെയ്യുക. Tയുടെ എതിരറ്റത്ത് പൈപ്പ് നമ്പർ 1 ഫിറ്റ് ചെയ്യുക. പൈപ്പ് നമ്പർ 1 ആൻഡ് 2 എന്നിവ യൂണിയനുമായി ജോയിൻ ചെയ്യുക. ക്രോസിന്റെ ഇടതുവശത്ത് 150 mm ബാരൽ നിപ്പിൾ ഘടിപ്പിക്കുക. അതിനായി ഒരു ക്യാപ്പ് സ്ഥാപിക്കുക. മറ്റൊരു 100 mm ബാരൽ നിപ്പിൾ ക്രോസിന്റെ വലതുവശത്തിടുക. റെഡ്യൂസർ ബാരൽ നിപ്പിളിലേക്ക് കൂട്ടിച്ചേർക്കുക. കോക്ക് മറ്റേ അറ്റത്തേക്ക് കൂട്ടിച്ചേർക്കുക. താഴെ Tയിലേക്ക് 100 mm ബാരൽ നിപ്പിൾ ഘടിപ്പിക്കുക. ഗ്ലോബ് വാൽവ് നിപ്പിളിലേക്ക് കൂട്ടിച്ചേർക്കുക. ഹെക്സഗണൽ നിപ്പിൾ ഇടതുവശത്തെ Tയിലേക്ക് വെക്കുക. ഗേറ്റ് വാൽവ് നിപ്പിളിലേക്ക് കൂട്ടിച്ചേർക്കുക. സ്റ്റാൻഡേർഡ് ഫിറ്റിംഗുകൾ ഉപയോഗിച്ച് GI പൈപ്പുകൾ കൂട്ടിച്ചേർക്കാം. പൈപ്പ് നമ്പർ 2 ഒരു പൈപ്പിൽ പിടിക്കുക. പാക്കിംഗ് അല്ലെങ്കിൽ കോട്ടൺ ത്രെഡ് മെറ്റീരിയൽ പൈപ്പിന്റെ എക്സ്റ്റേണൽ ത്രെഡുകളിലേക്ക് വൈൻ ചെയ്യുക. പൈപ്പ് ത്രെഡുകളിൽ സീലിംഗ് കോമ്പൗണ്ട് പ്രയോഗിക്കുക. പൈപ്പ് നമ്പർ 2യിലേക്ക് 4-way ക്രോസ് ഘടിപ്പിച്ച് ഒരു പൈപ്പ് റെഞ്ച് ഉപയോഗിച്ച് മുറുക്കുക. എല്ലാ എക്സ്റ്റേണൽ ത്രെഡുകളുടെ പൈപ്പുകളിലേക്കും സ്റ്റാൻഡേർഡ് ഫിറ്റിംഗുകളിലേക്കും ഹെം പാക്കിംഗ് വൈൻ ചെയ്യുക. സീലിംഗ് അപ്ലൈ ചെയ്യുക. ക്രോസ് ഉപയോഗിച്ച് പൈപ്പ് നമ്പർ 3 ഫിറ്റ് ചെയ്യുക. പൈപ്പ് നമ്പർ 3യുടെ മറ്റേ അറ്റത്തേക്ക് പ്ലെയിൻ കപ്ലിംഗ് ബന്ധിപ്പിക്കുക. പ്ലെയിൻ കപ്ലിംഗിലേക്ക് GI ബെൻഡ് ഘടിപ്പിക്കുക. റിബ്ഡ് കപ്ലിംഗിന്റെ മറ്റേ അറ്റത്തേക്ക് GI ബെൻഡ് കൂട്ടിച്ചേർക്കുക. റിബ്ഡ് കപ്ലിംഗിലേക്ക് പൈപ്പ് നമ്പർ 4 ബന്ധിപ്പിക്കുക. പൈപ്പ് നമ്പർ 4 ഉപയോഗിച്ച് T ഫിറ്റ് ചെയ്യുക. Tയുടെ എതിരറ്റത്തേക്ക് പൈപ്പ് നമ്പർ 5 ബന്ധിപ്പിക്കുക. പൈപ്പ് നമ്പർ 5 ഉപയോഗിച്ച് എൽബോ കൂട്ടിച്ചേർക്കുക. എൽബോയുടെ മറ്റേ അറ്റത്ത് പൈപ്പ് നമ്പർ 6 ഫിറ്റ് ചെയ്യുക. പൈപ്പ് നമ്പർ 6 ഉപയോഗിച്ച് T ബന്ധിപ്പിക്കുക. Tയുടെ എതിരറ്റത്ത് പൈപ്പ് നമ്പർ 1 ഫിറ്റ് ചെയ്യുക. യൂണിയനിൽ റബ്ബർ വാഷർ ഘടിപ്പിക്കുക. യൂണിയനുമായി പൈപ്പ് നമ്പർ 1 ആൻഡ് 2 സജ്ജമാക്കുക. ഒരു പൈപ്പ് റെഞ്ചിൽ യൂണിയന്റെ ഒരു വശം പിടിക്കുക. മറ്റൊന്നിൽ യൂണിയന്റെ റിംഗ്. 2 പൈപ്പ് റെഞ്ചുകൾ എതിർദിശകളിലേക്ക് മൃദുവായി തിരിച്ച് കൂട്ടിയോജിപ്പിക്കുക. എളുപ്പത്തിൽ വിച്ഛേദിക്കുന്നതിന് യൂണിയൻ ജോയിന്റ്സിൽ ഗ്രീസ് അല്ലെങ്കിൽ വാസ്ലിൻ ഉപയോഗിക്കുക. ക്രോസിന്റെ ഇടതുവശത്ത് 150 mm ബാരൽ നിപ്പിൾ ഘടിപ്പിക്കുക. അതിൽ ഒരു ക്യാപ്പ് വയ്ക്കുക.
മറ്റൊരു 150 mm ബാരൽ നിപ്പിൾ ക്രോസിന്റെ വലതുവശത്തേക്ക് കൂട്ടിച്ചേർക്കുക. റെഡ്യൂസർ ബാരൽ നിപ്പിളിലേക്ക് ബന്ധിപ്പിക്കുക. റെഡ്യൂസറിന്റെ മറ്റേ അറ്റത്ത് ഒരു ബിബ് കോക്ക് കൂട്ടിച്ചേർക്കുക. 100 mm ബാരൽ നിപ്പിൾ ടീയുടെ താഴ്ഭാഗത്ത് ഘടിപ്പിക്കുക. 100 mm ബാരൽ നിപ്പിളിലേക്ക് ഗേറ്റ് വാൽവ് കൂട്ടിച്ചേർക്കുക. വാൽവിനും പൈപ്പിനുമിടയിൽ ഒരു ക്ലിയറൻസ് അനുവദിക്കുക. ഒരു ഹെക്സഗണൽ നിപ്പിൾ ടീയുടെ ഇടതുവശത്തേക്ക് കൂട്ടിച്ചേർക്കുക. ഹെക്സഗണൽ നിപ്പിളിലേക്ക് ഒരു ഗ്ലോബ് വാൽവ് കൂട്ടിച്ചേർക്കുക. ജോയിന്റ്സിൽ ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുക. പൈപ്പ് നിപ്പിളുകളുടെ സോക്കറ്റും പ്ലഗും ഉപയോഗിച്ച് ടെസ്റ്റ് ലൈനിലെ എല്ലാ ഓപ്പണിംഗുകളും പ്ലഗ് ചെയ്യുക. എയർ പോക്കറ്റ് ഇല്ലാതെ പൂർണ്ണമായും പൈപ്പ് ലൈനിലേക്ക് വെള്ളം പമ്പ് ചെയ്യുക. പ്രഷർ ഗേജ് സ്ഥിരമായ റീഡിംഗ് കാണിക്കുന്നതുവരെ പ്രക്രിയ തുടരുക. ആവശ്യമായ പ്രഷർ കീപ്പ് ചെയ്യുക. ജോയിന്റുകളിലും പൈപ്പുകളിലും എന്തെങ്കിലും ചോർച്ചയുണ്ടോ എന്ന് നിരീക്ഷിക്കുക. ചോർച്ചയുള്ള സന്ധികളും പൈപ്പുകളും ശരിയാക്കുക. മർദ്ദം 3 മുതൽ 4 മണിക്കൂർ നിലനിർത്തുന്നതുവരെ പരിശോധന ആവർത്തിക്കുക. ഡ്രോയിങ് അനുസരിച്ച് ഗ്രാവിറ്റി വഴി സോഴ്സിൽ നിന്ന് ഓവർഹെഡ് ടാങ്കിലേക്കുള്ള ജലവിതരണ സംവിധാനം മനസ്സിലാക്കുന്നു. ഓവർഹെഡ് ടാങ്ക് എന്നതൊരു വലിയ കണ്ടെയ്നറാണ്. സാധാരണയായി ഉരുക്ക്, കോൺക്രീറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നു. ഒരു മേൽക്കൂര പോലെ ഉയർന്ന സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്നു. ജലസ്രോതസ് ഇതൊരു മുനിസിപ്പൽ ജലവിതരണം, കിണർ അല്ലെങ്കിൽ ടാങ്കിനേക്കാൾ താഴ്ന്ന ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റേതെങ്കിലും ഉറവിടമാകാം. ഇവ ജലസ്രോതസ്സുകളെ ടാങ്കുമായി ബന്ധിപ്പിക്കുകയും തുടർന്ന് ടാങ്കിൽ നിന്നുള്ള വെള്ളം കെട്ടിടത്തിലുടനീളം വിവിധ ഔട്ട്ലെറ്റുകളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. വാൽവുകൾ ഇവ ടാങ്കിനുള്ളിലേക്കും പുറത്തേക്കും വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുകയും സിസ്റ്റത്തിനുള്ളിലെ മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പൈപ്പ് ലൈൻ കണക്ഷനുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ പൈപ്പുകൾ, ഫിറ്റിംഗുകൾ, ഫാസ്റ്റുകൾ എന്നിവ മനസ്സിലാക്കുക. ഭൂഗർഭ സംഭരണ ടാങ്ക് കണക്ഷനുകൾ തിരിച്ചറിയുക. വിവിധ പൈപ്പുകളും ഫിറ്റിംഗുകളും ഉപയോഗിച്ച് ഡ്രോയിങ് അനുസരിച്ച് കണക്ഷനുകൾ നൽകുക. വിവിധ പൈപ്പുകളും ഫിറ്റിംഗുകളും ഉപയോഗിച്ച് സാനിറ്ററി ഫിറ്റിംഗുകൾക്ക് ഇൻലെറ്റ് കണക്ഷനുകൾ നൽകുക. ജലനിരപ്പ് നിലനിർത്താൻ ജലനിരപ്പ് കൺട്രോളർ OHDയിലേക്ക് ഫിക്സ് ചെയ്യുക. സംഭരണ ടാങ്കുകൾ ഓട്ടോമാറ്റിക്കായി ഫിൽ ചെയ്യുന്നതിനും പമ്പുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിനും ജലനിരപ്പ് കൺട്രോളറുകൾ ഉപയോഗിക്കുന്നു. വാട്ടർ ടാങ്കുകൾക്കുള്ളിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഉയർന്നതും താഴ്ന്നതുമായ ലെവൽ സെൻസറുകൾ ടാങ്കിലെ വെള്ളത്തിന്റെ അഭാവത്തിൽ പമ്പുകൾ ആരംഭിക്കുന്നതും നിർത്തുന്നതും നിർദ്ദേശിക്കുന്നു. വാട്ടർ ഹാമർ സംരക്ഷിക്കാൻ വാട്ടർ ഹാമർ അറസ്റ്റർ ഫിക്സ് ചെയ്യുക. പൈപ്പിംഗ് സിസ്റ്റത്തിൽ ഒഴുകുന്ന വെള്ളം പെട്ടെന്ന് നിലയ്ക്കുമ്പോൾ ഷോക്ക് ആഗിരണം ചെയ്യുന്ന ഉപകരണമാണ് വാട്ടർ ഹാമർ അറസ്റ്റർ. വാഷിംഗ് മെഷീനുകൾ, ഡിഷ് വാഷറുകൾ തുടങ്ങിയ വെള്ളം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ വിതരണ ലൈനുകളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓവർഹെഡ് ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള പമ്പ് സെറ്റ് സമ്പിൽ ഉറപ്പിക്കുക. ഒരു നോൺ റിട്ടേൺ വാൽവ്, ഫ്ലോട്ട് വാൽവ്, ഒരു ബോൾ വാൽവ് എന്നിവ സമ്പിലേക്ക് ഫിക്സ് ചെയ്യുക. OHD, സമ്പ് എന്നിവയ്ക്കായി ഒരു എയർ വെന്റും ഒരു പരിശോധന ഓപ്പണിംഗും നൽകുക. ഡ്രോയിങ് അനുസരിച്ച് പ്രഷറൈസ്ഡ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മനസ്സിലാക്കുക. വാട്ടർ സമ്പ് ഇതൊരു വലിയ വെള്ളം കടക്കാത്ത കണ്ടെയ്നറാണ്. സാധാരണയായി ഭൂഗർഭത്തിൽ ബേസ്മെന്റ് അല്ലെങ്കിൽ ക്രോൾ സ്പേസിൽ സ്ഥിതി ചെയ്യുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം സംഭരിക്കുന്നതിനുള്ള ഒരു റിസർവോയറായി ഇത് പ്രവർത്തിക്കുന്നു. പ്രഷർ ടാങ്ക് ഈ ടാങ്ക് സാധാരണയായി വാട്ടർ സമ്പിന് സമീപം സ്ഥാപിക്കുകയും വീടിന്റെ പ്രധാന വാട്ടർ ലൈനുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഭാഗികമായി വായുവും വെള്ളവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കൂടാതെ വായു ഒരു തലയണ പോലെ പ്രവർത്തിക്കുകയും ടാങ്കിനുള്ളിൽ മർദ്ദം നിലനിർത്തുകയും ആവശ്യമുള്ളപ്പോൾ വെള്ളം പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. പ്രഷർ സ്വിച്ച് ഈ ഇലക്ട്രോണിക് ഉപകരണം ടാങ്കിനുള്ളിലെ മർദ്ദം നിരീക്ഷിക്കുന്നു. മർദ്ദം പ്രീസെറ്റ് ലെവലിന് താഴെയാകുമ്പോൾ പ്രഷർ സ്വിച്ച് പമ്പിനെ സജീവമാക്കുന്നു. ചെക്ക് വാൽവ് ഈ വൺ വേ വാൽവ് വെള്ളം പമ്പിൽ നിന്നോ സിറ്റി വാട്ടർ ലൈനിൽ നിന്നോ പ്രഷർ ടാങ്കിലേക്ക് ഒഴുകാൻ അനുവദിക്കുന്നു, പക്ഷേ ബാക്ക് ഫ്ലോ തടയുന്നു. പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. വെള്ളം ആവശ്യമുള്ള ഒരു ഫ്യൂസെറ്റോ ഉപകരണമോ തുറക്കുമ്പോൾ ടാങ്കിലെ മർദ്ദം കുറയുന്നു. പ്രഷർ സ്വിച്ച് ഈ ഡ്രോപ്പ് കണ്ടെത്തി പമ്പ് ഓണാക്കുന്നു. പമ്പ് പ്രഷർ ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നു. ഉള്ളിലെ വായു കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്ത വായു ടാങ്കിൽ നിന്ന് നിങ്ങളുടെ വീടിന്റെ പൈപ്പുകളിലേക്ക് വെള്ളം തള്ളുന്നു. സിസ്റ്റത്തിലുടനീളം സ്ഥിരമായ മർദ്ദം നിലനിർത്തുന്നു. മർദ്ദം പ്രീസെറ്റ് ലെവലിലെത്തിയാൽ പ്രഷർ സ്വിച്ച് പമ്പ് ഓഫ് ചെയ്യുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു GI പൈപ്പ് ഉപയോഗിച്ച് എൽബോ ഫിക്സ് ചെയ്യുക, GI പൈപ്പ് ഉപയോഗിച്ച് യൂണിയൻ ഫിക്സ് ചെയ്യുക, GI പൈപ്പ് ഉപയോഗിച്ച് വാൽവുകൾ ഫിക്സ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഫിറ്റിംഗുകൾ ഉപയോഗിച്ച് GI പൈപ്പ് കൂട്ടിച്ചേർക്കുക, സോഴ്സ് മുതൽ ഓവർഹെഡ് ടാങ്ക് വരെയുള്ള ജലവിതരണ സംവിധാനം മനസ്സിലാക്കുക, സമ്മർദ്ദമുള്ള ജലവിതരണ സംവിധാനം മനസ്സിലാക്കുക. നിങ്ങൾക്കിതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.